ഇടയ്ക്കൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് നല്ലതാ. മൊത്തത്തിലൊരു നോട്ടം. എന്തൊക്കെ വേഷം കെട്ടലുകളാണ് നമ്മൾ നടത്തിയത്, എന്തൊക്കെ ഗോഷ്ഠികളാണ് കാട്ടിക്കൂട്ടിയത്, എങ്ങനെയാണ് ഇതുവരെ ജീവിച്ചത്, ജീവിക്കുന്നത്. ഒരിക്കലും ചെയ്യരുതെന്ന് വിചാരിച്ച കാര്യങ്ങൾ വീണ്ടും ചെയ്യുന്നുണ്ടോ? നമ്മുടെ ചിന്താഗതികൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നുണ്ടോ? ഇത് ചെയ്യരുത്, അത് ചെയ്യരുത് എന്ന് നിരന്തരം ഉപദേശിക്കാറുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മുടെ സാമീപ്യം മറ്റുള്ളവർക്ക്, വീട്ടുകാർക്ക് ഒരു സമാധാനമാണോ അതോ അസ്വസ്ഥതയാണോ നൽകുന്നത്? എന്തെങ്കിലും ഒരു ആന്തരിക വളർച്ച നമുക്കുണ്ടാകുന്നുണ്ടോ അതോ ഇപ്പോഴും ഒരു വിഡ്ഢിയായി തന്നെ നിലനിൽക്കുകയാണോ? നമ്മുടെ കുഞ്ഞുങ്ങളെയും പങ്കാളികളെയും ഓർത്തു നോക്കുമ്പോൾ ഉള്ളിൽ നമ്മോട് യഥാർത്ഥത്തിലൊരു ബഹുമാനം തോന്നുന്ന എന്തെങ്കിലും ഒരു ക്വാളിറ്റി നമുക്കുണ്ടോ? അവനവൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ അതോ നമ്മുടെ പരാജയത്തിൻ്റെ കാരണം മറ്റുള്ളവൻ്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണോ ശ്രമിക്കുന്നത്? ഇങ്ങനെ സാമ്പത്തിക വിജയം ഉണ്ടാക്കാൻ നമുക്ക് ചിലപ്പോൾ കഴിയില്ലായിരിക്കും. പക്ഷേ ഒരു ആന്തരിക വളർച്ചയുണ്ടാക്കാൻ, നല്ല ഊർജത്തോടും ഉന്മേഷത്തോടും സന്തോഷത്തോടു കൂടിയും ജീവിക്കാനും ബോധം വളർത്തിയെടുക്കാനും ചുറ്റുമുള്ളവർക്ക് അല്പം സന്തോഷം പകരാനും പണത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ലെന്നതാണ് സത്യം. മാറണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ നിമിഷം മാറാം. ആർക്കും നമ്മെ തടയാനാവില്ല. അതാണ് മനുഷ്യൻ്റെ മഹത്വവും. യോഗവസിഷ്ഠത്തിൽ 3 അസുരന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. അവരെ തോൽപ്പിക്കാൻ ദേവന്മാർക്ക് കഴിയുന്നതേയില്ല. എത്ര യുദ്ധം ചെയ്തിട്ടും സാധിക്കുന്നില്ല. ആ അസുരന്മാർക്ക് പേടിയുമില്ല, വിഷമവുമില്ല. ഇവരുടെ രഹസ്യമെന്തെന്ന് ദേവന്മാർ മഹാവിഷ്ണുവിനോട് ചോദിച്ചു. മഹാവിഷ്ണു പറഞ്ഞു, അവരുടെ ജയത്തിൻ്റെ കാരണം അവർക്ക് അഹങ്കാരമില്ല. അവർക്ക് സുഖ ദുഃഖാദി ചിന്തകളൊന്നുമില്ല. അവർക്ക് ജീവിക്കണോ മരിക്കണോ എന്ന് നിർബന്ധവുമില്ല. അവരെ തളർത്താൻ പറ്റില്ല. ആര് തന്നോട് തന്നെ പരാജയപ്പെടുന്നുവോ അവനെ മറ്റുള്ളവരോട് പരാജയപ്പെടുകയുള്ളൂ. ആത്മജിതനെ പരാജയപ്പെടുത്താൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് അവരെ പരാജയപ്പെടുത്താൻ ഒരേയൊരു വഴിയേ ഉള്ളൂ. അവരുടെ ഉള്ളിൽ അഹങ്കാരമുണ്ടാക്കണം. ദേവന്മാർ എന്തു ചെയ്തു? ദേവന്മാർ അസുരന്മാരുടെ അടുത്ത് യുദ്ധത്തിന് പോകും. അസുരന്മാർ യുദ്ധത്തിന് വരുമ്പോൾ ദേവന്മാർ തിരിച്ചോടും. ഓടുമ്പോൾ അവരെ പുകഴ്ത്തും. നിങ്ങൾ ശക്തരാണ്, നിങ്ങളെക്കാൾ ബലവാന്മാരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമസ്കരിക്കും. പല പ്രാവശ്യം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ അസുരന്മാരുടെ ഉള്ളിൽ അവരെ ജയിക്കാൻ ആർക്കും കഴിയില്ലെന്നൊക്കെ അഹങ്കാരമുണ്ടായി. ജയിക്കണം എന്ന നിർബന്ധമുണ്ടായപ്പോൾ അവർ തോറ്റു. മത്സരബുദ്ധി ഇല്ലാത്തവർക്ക് ജയവുമില്ല, തോൽവിയുമില്ല. ജീവിതം നമ്മുടെ കയ്യിലാണ്. നാം തന്നെയാണ് നമ്മെ വളർത്തുന്നതും തളർത്തുന്നതും. നാം എപ്പോഴാണോ ഇത് സ്വയം മനസ്സിലാക്കുന്നത് അന്ന് നമ്മൾ വിജയിച്ചു. ഭാരങ്ങളും തോൽവികളും നമ്മെയും മുന്നോട്ട് തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. സങ്കടങ്ങളാണ് ശരിയായ അനുഭവങ്ങളെന്ന് സങ്കടപ്പെട്ടവർക്കെല്ലാം അറിയാമല്ലോ. വേദന നൽകുന്ന ചെറിയൊരു മുറിവ് പോലും വലിയ സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന അനുഭവിച്ചാൽ മാത്രമേ ഏറ്റവും വലിയ ആഹ്ലാദമായ കുഞ്ഞിനെ അവൾക്ക് കിട്ടൂ. മനുഷ്യരായ നമ്മൾ മാത്രമാണ് ഈ മനോവേദനകളിൽ തകർന്നു പോകുന്നത്. പലവട്ടം ഓടിയിട്ടും എലിയെ പിടിക്കാൻ കഴിയാത്ത സങ്കടത്തിൽ ഒരു പൂച്ചയും ആത്മഹത്യ ചെയ്തത് നമ്മൾ കണ്ടിട്ടില്ല. ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ പിടിക്കാമെന്നേ ഉള്ളൂ ആ പൂച്ചയ്ക്ക്. എന്നാൽ ഒരു ചെറിയ തോൽവി പോലും സഹിക്കാനാകാതെ ജീവിതം നഷ്ടപ്പെടുത്തിയ എത്ര വാർത്തകൾ നാം ഓരോ ദിവസവും വായിക്കുന്നു. നിരന്തര പരാജയങ്ങളിൽ നിരാശപ്പെടരുത്. കാരണം താക്കോൽ കൂട്ടത്തിലെ അവസാന താക്കോൽ കൊണ്ടാകും ചിലപ്പോൾ ഒരു താഴ് തുറക്കാൻ കഴിയുക. സന്തോഷമുള്ളവനാകുമ്പോൾ ആഗ്രഹിക്കുന്ന ആശയം തന്നെ മൂഢതയാണ്. ആ ഒരാശയം സന്തോഷമില്ലായ്മയെ മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ. നിങ്ങൾ കൂടുതൽ ദുഃഖിതനായിത്തീരും. കാരണം നിത്യമായ സന്തോഷം എന്ന് വിളിക്കപ്പെടുന്നതായ ആ അവസ്ഥ നിങ്ങൾക്ക് കൂടുതൽ നഷ്ടമായി കൊണ്ടിരിക്കും. നിങ്ങളുടെ അത്യാഗ്രഹം അത്രക്കും കൂടുതലാണ്. അപ്പോൾ ആ സന്തോഷവാനായ വ്യക്തി ആരാണ്? സന്തോഷവാനായ ഒരു വ്യക്തി എല്ലായ്പ്പോഴും സന്തോഷമുള്ളവനായ ഒരുവനല്ല. ദുഃഖം അവിടെ ഉള്ളപ്പോൾ പോലും സന്തോഷിക്കുന്നവനായ ഒരുവനാണ് സന്തോഷവാനായ വ്യക്തി. ഇത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. ജീവിതത്തെ മനസ്സിലാക്കുകയും അതിൻ്റെ വിരുദ്ധ ധ്രുവങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരുവനാണ്
സന്തോഷവാനായ വ്യക്തി. തോൽവി കൂടി സാധ്യമാണ് എന്നതുകൊണ്ട് മാത്രമാണ് വിജയം അവിടെ സാധ്യമായിരിക്കുന്നത് എന്നവനറിയാം. അതിനാൽ തോൽവി സംഭവിക്കുമ്പോൾ അവൻ അതിനെ സ്വീകരിക്കുന്നു. ഈ ലോകം മുഴുവനും തിന്മയെന്നാണ് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത്. നിങ്ങളുടെ തെറ്റായൊരു കാഴ്ചപ്പാടാണത്. ഈ ലോകത്തെയാകെ മാറ്റിയിട്ട് നിങ്ങൾക്കൊരിക്കലും സന്തോഷിക്കാനാവില്ല. നിങ്ങൾക്ക് ആകെ ചെയ്യാവുന്ന ഒരേയൊരു കാര്യം സ്വയം മാറുകയാണ്. കാര്യങ്ങളുടെ ഗാഢമായ ആന്തരാർത്ഥം അറിയാതെ പോകുമ്പോൾ മനസ്സിൻ്റെ അടിസ്ഥാനമായ ശാന്തി കാരണമില്ലാതെ നഷ്ടമാകുന്നു. ഇപ്പോഴത്തെക്കാളും മെച്ചമായൊരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കരുത്. എന്തായിരിക്കണമോ അതുപോലെ തന്നെയാണ് എല്ലാം. നിങ്ങളതിൽ ക്രമപ്പെടണം. ഒന്നും കുറവോ അധികമോ ഇല്ല, സന്തുലിതമാണെല്ലാം. നിങ്ങളുടെ കാഴ്ച മുൻവിധികളും തിരസ്കാരങ്ങളുമില്ലാതെ ശുദ്ധമായിരിക്കട്ടെ. നിങ്ങളുടെ കണ്ണുകൾ പിന്നിൽ വിവേചിക്കുന്ന മനസ്സില്ലാതെ ഒരു കണ്ണാടി പോലെ മുന്നിൽ വരുന്നവയെ പ്രതിഫലിപ്പിക്കുക മാത്രം ചെയ്യട്ടെ. അപ്പോൾ ജീവിതം ഒരു പ്രഹേളികയാകുന്നില്ല. അത് ജീവിച്ചു തീർക്കാനുള്ള ഒരു രഹസ്യമായി തീരും. അത് സരസമായി ആസ്വദിച്ചറിയുന്ന സച്ചിദാനന്ദമാവും. ജീവിക്കുവാൻ 1000 വഴികളുണ്ട്. പോരാട്ടങ്ങളില്ലാത്ത ജീവിതം ഭൂമിയിൽ ആർക്കും തന്നെ സാധ്യമല്ല. പോരാട്ടങ്ങളെ സന്ധിക്കാതെ ഏതൊരു ജീവനും ഭൂമിയിൽ ജീവിക്കുവാൻ സാധ്യമല്ല. ജനനം മുതൽ മരണം വരെ പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. പിറന്നു വീണ കുഞ്ഞു പോലും കരച്ചിൽ എന്ന ശീലത്തിലൂടെ തന്നെയാണ് അവൻ്റെ ദേവതാബന്ധത്തെ പൂർത്തിയാക്കുന്നത്. പോരാട്ടത്തിൽ പിറന്നു, പോരാട്ടത്തിൽ വളർന്നു, പോരാട്ടത്തിൽ ജീവിക്കുന്നത് തന്നെ ജീവിതം. ഇന്ന് മനുഷ്യൻ പോരാട്ടങ്ങളില്ലാതെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് തന്നെ ഇഷ്ടപ്പെടുന്നു. ജീവിതത്തിൽ തങ്ങളുടെ ഇഷ്ടങ്ങളെ നിലനിർത്തുവാൻ ഓരോരുത്തരും ഈ ലോകത്തിൽ പോരാടിയേ തീരൂ. പൂന്തോട്ടത്തിൽ ഓരോ നാളും പുതിയ പൂക്കൾ വിടരുന്നുണ്ട്. എന്നാൽ അവ നിലയ്ക്കുന്നില്ല. അതിന് നിത്യതയുമില്ല. അതുപോലെയാണ് ജീവിതമെന്ന പൂന്തോട്ടത്തിൽ സുഖം, ദുഃഖം ഇവകൾ വരുന്നതും പോകുന്നതും. ഏതൊരു പൂന്തോട്ടത്തിലും പുഷ്പങ്ങൾ വിടരുന്നത് നിലയ്ക്കുന്നില്ലയോ, അതുപോലെയാണ് ജീവിതവും. പോരാട്ടങ്ങളില്ലാതെ ആർക്കും ജീവിതത്തിൽ വിജയം വരിക്കുവാൻ കഴിയില്ല. പോരാട്ടങ്ങളില്ല എങ്കിൽ ജീവിതത്തിൽ ഉപ്പും പുളിയുമില്ലാതെ പോകും. ജീവിതത്തിൽ നിങ്ങൾക്ക് കരയുന്നതിന് 100 കാരണങ്ങളുണ്ടായാലും ചിരിക്കുന്നതിന് എനിക്ക് 1000 കാരണങ്ങളുണ്ട് എന്ന് ജീവിച്ചു കാണിക്കുക. ശരിയായ നേരോടെയുള്ള പാതയല്ല ജീവിതം. മുള്ളുകൾ നിറഞ്ഞ ദുർഘടമായ പാതയാണ്. ഈ പാതയിൽ മുള്ളുകളായും കല്ലുകളായും പരിഹാസവാക്കുകളായും പഴികളായും ന്യായമല്ലാത്ത വിമർശനങ്ങളായുമാണ് നിറഞ്ഞിരിക്കുന്നത്. കളകൾ ഇല്ലാത്ത തോട്ടമില്ല. അതുപോലെ തന്നെയാണ് പോരാട്ടങ്ങളില്ലാത്ത ജീവിതവും. ജീവിതത്തെ മനോഹരമാക്കി മാറ്റേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ ഉള്ളതാണ്. നാം അവയെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ആശയെ കുറയ്ക്കേണ്ടതാണ്. മനസന്തോഷം മാത്രം മതി എന്ന് തീരുമാനിച്ചാൽ ജീവിതത്തിൻ്റെ മധുരം ആസ്വദിക്കുവാൻ കഴിയും. പോരാട്ടങ്ങൾ ഉണ്ടെങ്കിലും ആരും ജീവിതത്തെ വെറുക്കുന്നില്ല. പോരാട്ടങ്ങളെല്ലാം സ്വീകരിച്ച് നമുക്ക് അനുകൂലമായ രീതിയിൽ മാറ്റിയാൽ മാത്രം മതി ജീവിതം പൂന്തോട്ടമാകും. നിങ്ങൾ എങ്ങനെയുള്ള വഴികളിൽ സഞ്ചരിച്ചാലും നിങ്ങൾ നല്ല ചിന്തനങ്ങളാലും നല്ല പ്രവൃത്തികളാലും പൂക്കളെപ്പോലെ പുതിയ പുഷ്പങ്ങളായി പുതിയ സഞ്ചാര വഴികളിലൂടെ മുന്നേറും. ജീവിതത്തിൽ പുതിയ മാനങ്ങൾ നേടും. ജീവിതത്തിൽ ജീവിച്ചു തീർക്കുക. ജീവിക്കുവാൻ വഴികൾ 1000 ഉണ്ട്. ആർക്കും ഭയപ്പെടേണ്ട കാര്യമില്ല.